ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് അഡോളസെൻ്റ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഹോമിയോപ്പതി എന്ന വിഷയമാണ്. അതായത് നമ്മളുടെ ഇവിടെ ഈ കൗൺസിലിംഗ് സെൻറ്റർ നമ്മുടെ കാട്ടാക്കട കണ്ടല ഒരു ഹോമിയോ ഡിസ്പെൻസറി വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡിസ്പെൻസറിയോട് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്കൊരു കൗൺസിലിംഗ് സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന കേസുകൾ, അതായത് കൗമാരക്കാരുടെ പല പ്രശ്നങ്ങളും നമ്മുടെ ഇവിടെ കൗൺസിലിങ്ങിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ കൗമാരക്കാരുടെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ വരാൻ എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടൊരു കൗമാരക്കാരൻ പ്രശ്നക്കാരനായി മാറുന്നു? ഇപ്പോൾ പണ്ടത്തെ കാലത്ത് കൗമാരക്കാരുടെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ വളരെയധികം കൂടി വരുന്നു. ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടുതലായിട്ട് വരുന്നു. പിന്നെ മാത്രമല്ല ആത്മഹത്യാ പ്രവണതകൾ, ഇതെല്ലാം വളരെ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഒരു സിനാരിയോയിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ വരുന്ന പല കേസുകൾ നമ്മൾ കാണുമ്പോൾ ആ കേസുകളിലെല്ലാം നമ്മൾ കാണുന്നൊരു കോമൺ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്കകത്ത് വിഷയമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അധികവും പ്രശ്നങ്ങളിൽ പോയി പെടുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും പോസ്കോ കേസുകളും അങ്ങനത്തെ പല കേസുകളും നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ഒപ്പം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൗൺസിലിംഗ് സെൻറ്റർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സെൻറ്ററിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ, ഇപ്പം കുട്ടികളാണ് പ്രശ്നക്കാരായിട്ട് വരുന്നതെങ്കിലും നമ്മൾ ഫാമിലിയിലോട്ട് നോക്കുമ്പോൾ സ്ത്രീകളാണ് അധികവും മാനസിക വിഷമത്തിലും ഡിപ്രഷനിലോട്ടും ഒക്കെ കടന്നു പോകുന്ന സ്ത്രീകളാണ്. അപ്പം അതെന്തുകൊണ്ടാണ്, അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് നമ്മൾ തിരഞ്ഞ് പുറകിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫാമിലിക്കകത്ത് പലപ്പോഴും സന്തോഷമില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് സാധാരണ പ്രശ്നക്കാരായിട്ട് മാറുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല. ഇപ്പോൾ കുട്ടിക്ക് പറയാനുള്ള പല കാര്യങ്ങളും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പല പേരൻസും വന്ന് പറയാറുണ്ട്, അവന് എന്തിൻ്റെ കുറവാണ്, അവന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ലേ, ഡ്രസ്സ് കൊടുക്കുന്നില്ലേ, പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തു, പിന്നെ എന്താണ് അവൻ്റെ പ്രശ്നം? പക്ഷേ ഇതൊന്നുമല്ല ഒരു കുട്ടിക്ക് വേണ്ടത്. കുട്ടിക്ക് ആദ്യം വേണ്ടത്, നമ്മളിവിടെ വരുന്ന കുട്ടികളിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരു സ്കൂള് ഇപ്പോൾ ഈ കഴിഞ്ഞ SSLC പരീക്ഷയ്ക്കൊക്കെ കണ്ട ഒരു വലിയൊരു അത്ഭുതകരമായ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ, ഒരു സ്കൂളിൽ നിന്ന് ആ കുട്ടി വളരെ മോശക്കാരിയാണെന്ന് പറഞ്ഞ് ആ ഈ കണ്ടലത്തെ കാട്ടാക്കട തന്നെ ഉള്ളൊരു സ്കൂളാണ്, ആ കുട്ടി മോശക്കാരിയാണെന്ന് പറഞ്ഞ് ആ സ്കൂളിൽ നിന്ന് സസ്പെൻഷനിലാക്കിയിട്ട് കുട്ടി കരഞ്ഞ് ഈ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് വരികയായിരുന്നു. വന്നപ്പോൾ നമ്മൾ ആ കേസ് ശരിക്കും അത് എടുത്തു നോക്കിയപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിനകത്തുനിന്ന് തന്നെ പേരൻസ് കുട്ടിയെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. അക്സെപ്റ്റൻസ്, അംഗീകാരം കൊടുത്തു കഴിയുമ്പോൾ ഒരു കുട്ടിയും മോശക്കാരനാകത്തില്ല. അപ്പം നമ്മളിവിടെ വന്ന ആ കുട്ടിയെ വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി സ്കൂൾ ടോപ്പറായിട്ട് ഇറങ്ങുകയാണ് ഉണ്ടായത്. ഡിസ്മിസ് ചെയ്ത കുട്ടി സ്കൂൾ ടോപ്പറായിട്ട് ഇറങ്ങുന്ന അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. ഇവിടെ നമ്മൾ വലിയ മരുന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മളിവിടെ ഉപയോഗിച്ച ഒറ്റ മരുന്ന് അക്സെപ്റ്റൻസ്, അംഗീകാരം. കുട്ടികൾക്ക് വേണ്ട അംഗീകാരം കിട്ടാതെ വരുമ്പോഴാണ് കുട്ടികൾ വേറെ പല മേഖലകളിലേക്കും പോകാനുള്ള കാരണം. മാത്രമല്ല ഫാമിലിക്കകത്ത് ആൾക്കാർ തമ്മിൽ സംസാരിക്കാൻ സമയമില്ല. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള വേദികളേ ഇല്ല. കുട്ടിക്ക് പറയാനുള്ള പല കാര്യങ്ങളും കേൾക്കാനൊരു ചെവി അത് ഇന്ന് കിട്ടുന്നില്ല. പണ്ടത്തെ കാലത്ത് എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു? അന്ന് കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ പറയാനും കേൾക്കാനും അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ കസിൻസും എല്ലാം ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ വീട്ടിനകത്തൊരു ചെവി കൊടുക്കാതിരിക്കുമ്പോൾ കുട്ടി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സോഷ്യൽ മീഡിയാസിലോട്ടും കുട്ടി എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു പരിചയവുമില്ലാത്ത ഒരു സ്ട്രേഞ്ചറുമായിട്ട് കുട്ടി കമ്മ്യൂണിക്കേഷനിലോട്ട് പോവുകയാണ്. ആ കമ്മ്യൂണിക്കേഷൻ പിന്നെ അപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലെ കമ്മ്യൂണിക്കേഷനിലോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ എന്ത് മാനസികാവസ്ഥയിലാണ് കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു സ്ട്രേഞ്ചറുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അത് ഏത് ലെവലിൽ പോയി നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു സ്റ്റേജ് കഴിയുമ്പോൾ കുട്ടി ഡിപ്രഷനിലാവുകയും അങ്ങനെയുള്ള കേസുകളും ധാരാളം നമ്മുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഫെയിലേഴ്സ് വരികയാണ്.
ആണ്. അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഫെയിലാകുമ്പോഴത്തേക്ക് അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, ഇങ്ങനത്തെ ഒരു പ്രവണതയിലോട്ട് പല കുട്ടികളും പോവുകയും പിന്നീട് അത് ഡിപ്രഷനിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസിക് റൂട്ട് കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിനകത്ത് നമുക്ക് വാമായിട്ടൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ പേരൻസിനും കഴിഞ്ഞില്ലെങ്കിൽ കുട്ടി പുറത്തൊരു ലോകം ക്രിയേറ്റ് ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്തിലോട്ട് പോയി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അപകടത്തിലോട്ട് പോകുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടിക്ക് കൊടുക്കാൻ പേരൻസ് തയ്യാറാകേണ്ടത് സമയവും ചെവിയുമാണ്. അവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കാനും അവരുടെ ഒരു നല്ല സുഹൃത്തായിട്ട് പേരൻസ് മാറുമ്പോൾ, ഇപ്പം നമ്മളൊക്കെ കാണാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പല കുട്ടികളെയും കൗൺസിലിങ്ങിന് കൊണ്ടുവരും. കൗൺസിലറായ നമ്മുടെ അടുത്തുള്ള സൗഹൃദം പോലും കൊണ്ടുവരുന്ന അമ്മയോട് മിക്കവാറും കാണാറില്ല. അവിടെയാണ് പരാജയം സംഭവിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ നമ്മളിപ്പം പേരൻസ് എന്നുള്ള നിലയിൽ പേരൻറ്റിങ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം പേരൻസ് എന്നുള്ള നിലയിൽ പേരൻസ് എന്ത് കാണിക്കുന്നോ അത് കുട്ടി റിപ്പീറ്റ് ചെയ്യും. പിന്നെ പരാതിപ്പെട്ടിട്ട് നമുക്ക് ഒരു കാര്യമില്ല. ആരെയും കണ്ടുപഠിക്കാൻ പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. സ്വന്തം അച്ഛനും അമ്മയും കണ്ടുപഠിക്കാൻ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്. ഇതാണ് എനിക്ക് പറയാനുള്ള ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിൽ ഹോമിയോപ്പതി എങ്ങനെ ലിങ്ക് ചെയ്യുന്നു? നമ്മളിവിടെ ഹോമിയോ ശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ഈ മാറാനല്ലൂരുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 ശാസ്ത്രങ്ങളും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. 3 ശാസ്ത്രങ്ങളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പം തന്നെ ഇന്നിപ്പോൾ ഒരു കുട്ടി ബ്ലോക്കായി വന്നു നമ്മുടെ മുന്നിൽ. അപ്പം നമുക്ക് ചില കേസിൽ ഹോമിയോപ്പതി മാത്രം വെച്ച് പറ്റത്തില്ല. ഹോമിയോപ്പതിയുടെ മനഃശാസ്ത്രപരമായിട്ട് ഹോമിയോപ്പതിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. കാരണം ഓരോ ഇമോഷൻസിനും മരുന്നുള്ളൊരു സിസ്റ്റമാണ് ഹോമിയോപ്പതി. എന്നാലും ഞങ്ങൾ 3 ശാസ്ത്രങ്ങൾ, ഇവിടെ അടുത്ത് തന്നെ അലോപ്പതി ഹോസ്പിറ്റലുണ്ട്, ആയുർവേദമുണ്ട്, 3 ശാസ്ത്രങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ മാറാനെല്ലൂർ പഞ്ചായത്തും വളരെ സപ്പോർട്ടീവാണ്. വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ 3 ശാസ്ത്രത്തിനെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട പല കേസുകളും സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിലേക്ക് എത്താതെ നമുക്ക് ഒരു ലെവലിൽ കൗൺസിലിങ്ങും ചെറിയ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസിലൂടെ നമുക്ക് ആ കുട്ടിയെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി എത്ര വാമായിരിക്കുന്നുണ്ടോ, സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കൂടിയല്ല കിട്ടേണ്ടത്, വീട്ടിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ എൻവയോൺമെൻറ്റ് അത്രയ്ക്ക് നമ്മൾ വാമായിട്ടൊരു എൻവയോൺമെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടി സോഷ്യൽ മീഡിയ അഡിക്ഷൻസിലോട്ട് പോകത്തില്ല. കാരണം വീട്ടിലെ സാഹചര്യം അത്ര കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ കുട്ടി ഒരിക്കലും ഈ പറഞ്ഞ വേറെ ഒരു എൻവയോൺമെൻറ്റിലോട്ട് പോകത്തില്ല. മാത്രമല്ല ഡിപ്രഷൻസ്, എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഡിപ്രഷൻസ് വരുന്നത്? മാത്രമല്ല നമ്മൾ കാണുന്നുണ്ട്, ചാനൽസിലും മീഡിയാസിലൊക്കെ കാണുന്നുണ്ട്, എന്തുകൊണ്ട് സ്ത്രീകൾ നമ്മൾ പെട്ടെന്ന് കണ്ടൊരു സ്ട്രേഞ്ചറിൻ്റെ കൂടെ പെട്ടെന്ന് ഇറങ്ങിപ്പോവാണ്. SSLCയുടെ ഗെറ്റ് ടുഗെദേഴ്സ് അല്ലെങ്കിൽ പ്രീഡിഗ്രിയുടെ ഗെറ്റ് ടുഗെദേഴ്സിന് കൂടിയ 10-11 ആൾക്കാർ ഫാമിലി ബ്രേക്കപ്പായി പോയി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്കകത്ത് ലവ് മേക്കിങ്ങേ ഇല്ലാതായി. അതാണ് മെയിൻ കാരണം. കാരണം നമുക്ക് സോഷ്യൽ മീഡിയക്കകത്ത് ഫോണിലോട്ട് സ്പെൻഡ് ചെയ്യാൻ എത്ര സമയം വേണമെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷേ അകത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പം എൻ്റെ ഒരു വീക്ഷണം വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛനും അമ്മയായിട്ടുള്ള ലവ് മേക്കിംഗ്, ഗ്രാൻഡ് പേരൻസിൻ്റെ ഇൻപുട്ട്, റിലേറ്റീവ്സിൻ്റെ ഇൻപുട്ട്, അതായത് നമ്മൾ പണ്ടത്തെ ഫാമിലീസിൽ കണ്ടതുപോലത്തെ ഏകദേശം അത്രയെങ്കിലും ഉള്ളൊരു സെറ്റപ്പോ അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്സ്, ഇതെല്ലാം ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ ശക്തമായിട്ട് ബാധിക്കും. മെയിനായിട്ട് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഹാപ്പി ഹോർമോൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഡയബറ്റിസവും BP-യും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ആൾക്കാരേ ഇല്ല. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളെയും കൗണ്ട് ഡൗൺ ചെയ്യാനായിട്ട് പറ്റുന്ന സാധനങ്ങളാണ് ഹാപ്പി ഹോർമോൺസ്. ഈ ഹാപ്പി ഹോർമോൺസ് പറഞ്ഞാൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. നമ്മുടെ ഷുഗർ, BP ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഹാപ്പി ഹോർമോൺസിന് ഭയങ്കര ഇൻപുട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നൊരു സാധനമല്ല ഹാപ്പി ഹോർമോൺസ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടെയാണ് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നത്. ഡൊപ്പാമിൻ ആയാലും സെറട്ടോണിൻ ആയാലും എൻഡോർഫിൻസ് ആയാലും ഓക്സിറ്റോസിൻ ആയാലും ഇതെല്ലാം തന്നെ നമുക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. നേച്ചറിലോട്ട് പോയിരിക്കുമ്പം തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് സെക്രീറ്റഡ് ആകുകയാണ്.
പെറ്റ്സുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഹാപ്പി ഹോർമോൺ സെക്രീറ്റഡ് ആവുകയാണ്. മാത്രമല്ല നമ്മളൊരാളെ പ്രൈസ് ചെയ്യുമ്പം നമ്മുടെ കൂടെ ഉള്ളൊരു സുഹൃത്തിനെ അത് നന്നായിരിക്കണു അല്ലെങ്കിൽ നീ ചെയ്ത് നന്നായി എന്ന് നമ്മൾ പ്രൈസ് ചെയ്യുമ്പം അവിടെ ഹാപ്പി ഹോർമോൺ നമ്മുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പ്രൈസ് ചെയ്യാനൊരു പ്രവണത കുട്ടികളിൽ ഇപ്പോഴേ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതായത് കുട്ടിയോട് പറയുക, കുട്ടിയുടെ ഫ്രണ്ടിന് ഇപ്പോൾ ഒരു കഴിവുണ്ട്, അത് വെരി ഗുഡ്, നന്നായി എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുക്കാനോ പ്രൈസ് ചെയ്യാനോ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റിമുലേറ്റഡ് ആവും. അതുപോലെ സോഷ്യൽ ഗ്യാതറിങ്സ്, ഞാൻ മാത്രം മതി, അച്ഛനും അമ്മയും ഒരു കുട്ടിയും മാത്രം മതി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഹാപ്പി ഹോർമോൺ സെക്രീഷൻ ഭയങ്കര കുറവായിരിക്കും. സോഷ്യൽ ഗ്യാതറിങ്സ് എത്ര കൂടുന്നോ അത്രയും നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റഡ് ആവും. മാത്രമല്ല റൂമിനകത്ത് തന്നെ കുട്ടികൾ ഇരിക്കുന്നത്, ഒരു ഫോണുമായിട്ട് റൂമിനകത്ത്. അപ്പോൾ അത് എൻവയോൺമെൻറ്റുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കുട്ടികളെ അനുവദിക്കുകയും എൻവയോൺമെൻറ്റിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ ഹാപ്പി ഹോർമോൺ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുട്ടികളിൽ കൺവേ ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജസ് ആണ്. കാരണം നമ്മൾ ഈ നേരത്തെ ചെയ്ത് നമ്മൾ ആ കുട്ടികളെ ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുവന്നാൽ 18 വയസ്സാകുമ്പം നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകേണ്ടി വരത്തില്ല. വീട്ടിൽ തന്നെ കൗൺസിലേഴ്സ് ഉണ്ട്. നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മാവനും ഒക്കെ കൗൺസിലേഴ്സാണ്.